അയ്യപ്പേട്ട, പുതിയൊരു ഈസത്തിന് തുടക്കമാകുന്നു. ഇതുവരെ പിണറായിസമായിരുന്നുവെങ്കിൽ ഇനി ബേബിയിസമാണ് വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ? അതായത് CPM-നെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പാർട്ടിയിൽ ശക്തരായിട്ടുള്ളവർ ആരുണ്ടോ അവർക്കൊപ്പം ഈ പറയുന്ന സംസ്ഥാന ഘടകത്തിലെയും അല്ലാതെ ജില്ലാ ഘടകത്തിലെയും ആൾക്കാർ നിൽക്കാറുണ്ട്. അപ്പോൾ എങ്കിലും ചരിത്രം പരിശോധിക്കുമ്പോൾ 1980 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ പാർട്ടിയിലെ CITU എന്ന് പറയുന്ന പാർട്ടിയിലെ ശക്തരായ പാർട്ടിയിലെ ട്രേഡ് യൂണിയൻ വിഭാഗമായ CITU വിഭാഗം അതിനെ എതിർത്തുകൊണ്ട് VS ഉണ്ടാക്കിയ VS-ൻ്റേതായിട്ടുള്ള ഒരു കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ടായിരുന്ന വിഭാഗമാണ്. ശേഷം പിന്നീട് പിന്നെ VS മാറിയത് അന്ന് ഔദ്യോഗിക പക്ഷമായിരുന്നു CITU പക്ഷം. അതിനുശേഷം വിഭാഗീയത പിന്നീട് ഉണ്ടായത് പിണറായി പക്ഷം, VS-നോടൊപ്പം നിന്ന പിണറായിയും പിന്നീട് VS-ഉമായി. പിന്നീട് പിണറായി പക്ഷം ഔദ്യോഗിക പക്ഷമാവുകയും VS പക്ഷമായിട്ട് നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ എന്നോട് തുടക്കത്തിൽ ചോദിച്ചു, പിണറായി പക്ഷം എന്നൊരു പക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം ഇപ്പോൾ പുതിയൊരാൾക്കൂട്ടം വന്നല്ലോ. ശരിയാണ്, ബേബി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയ ശേഷം ബേബിയിസം, ബേബി പക്ഷമല്ല ബേബിയിസമാണ് ഇപ്പോൾ പാർട്ടിയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. ബേബിയിസം, അതെ. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ ബേബി ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അദ്ദേഹം ജില്ലകളിൽ അവിടെ മധുര സമ്മേളനം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് പലയിടത്തും സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ബേബിയോട് സ്വീകരണത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും കാണിച്ച തണുപ്പൻ പ്രതികരണം ബേബി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ബേബിയെ സ്വീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ PB അംഗങ്ങളോ ജില്ലാ കേന്ദ്രങ്ങളിൽ എത്താതിരുന്നതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാണ്. അത് തിരുവനന്തപുരത്ത് പഴയ VS പക്ഷക്കാരനായ M. വിജയകുമാർ മാത്രമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഉണ്ടായിരുന്നത്. പിന്നെ EP ജയരാജൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുണ്ട്. EP ജയരാജൻ കൂടെ M. വിജയകുമാറിനോടൊപ്പം പോയിരുന്നു, റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ ബേബി ഇങ്ങനെ സന്ദർശിച്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയ പ്രധാനികൾ പഴയ VS ഗ്രൂപ്പുകാരായിരുന്നു കൂടുതലും. കാര്യം ബേബി നമ്മളിപ്പോൾ സംസാരത്തിൽ തുടക്കത്തിൽ പറഞ്ഞു 1980 നമ്മൾ ഒരു ചർച്ചയിൽ നമ്മുടെ ഒരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1980 VS ഇത്തരത്തിൽ CITU പക്ഷത്തെ വെട്ടി നിരത്താനായി ബേബിയെയാണ് ഉപയോഗിച്ചത്. ബേബി ഡൽഹിയിൽ അന്ന് രാജ്യസഭാ അംഗമായിരുന്ന ബേബി അവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് സംസ്ഥാന ഘടകത്തിൽ ജില്ലാ ഘടകത്തിലെ ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നാണ് അന്ന് പിന്നെ നയനാർ ഉൾപ്പെടെ, ലോറൻസ് ഉൾപ്പെടെ, BB ചെറിയാൻ ഉൾപ്പെടെ പലരെയും ഭരതൻ ഉൾപ്പെടെയുള്ളവരെല്ലാം വെട്ടി നിർത്തിയത്. അന്ന് VS-നോടൊപ്പം ഉണ്ടായിരുന്ന അന്ന് VS-നോടൊപ്പം ബേബിക്കൊപ്പം ഉണ്ടായിരുന്ന പഴയ VS പക്ഷക്കാരൊക്കെ തന്നെയും ഇപ്പോൾ ബേബിയോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പഴയ VS പക്ഷം ശക്തിയാർജിക്കുന്നു എന്ന് വേണം. ചെറുതായിട്ട് സടകുടഞ്ഞ് വരാം. കാര്യം പിണറായിയുടെ അപ്രമാദിത്വത്തിന് എതിർ ശബ്ദം ആരും ഇല്ലാതിരുന്ന, അത് കേന്ദ്ര കമ്മിറ്റിയിലും ഇല്ലായിരുന്നു, പോളിറ്റ് ബ്യൂറോയിലും ഇല്ലായിരുന്നു, സംസ്ഥാന ഘടകത്തിലും ഇല്ലായിരുന്നു, ജില്ലാ ഘടകം പിന്നെ താഴെ ആയതുകൊണ്ട് ആർക്കും അങ്ങനെ പൊങ്ങി വരാനും പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ശരിക്കും ബേബിയോടൊപ്പം പഴയ VS പക്ഷക്കാരാണ് ഇപ്പോൾ കൂടിയിട്ടുള്ളത്. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശൻ ഈ പറയുന്ന പോലെ വിട്ടുനിന്നു. അദ്ദേഹത്തിനുള്ള സ്വീകരണം, അദ്ദേഹത്തിന് ഈ പറയുന്ന കൊല്ലത്തും ട്രിവാൻഡ്രത്തും ആലപ്പുഴയിലും ഒക്കെ സ്വീകരണം നൽകിയപ്പോൾ പുത്തലത്ത് ദിനേശൻ വിട്ടുനിന്നു. ബാലഗോപാൽ കൊല്ലത്ത് മാറി നിന്നു. കൊല്ലത്തെ മന്ത്രിയാണ് ബാലഗോപാൽ, സെക്രട്ടേറിയറ്റ് അംഗമാണ്. എന്നിട്ട് പോലും ബാലഗോപാൽ എത്തിയില്ല. അപ്പോൾ ഇത്തരത്തിൽ തുടക്കത്തിൽ, അതായത് ഈ തുടക്കത്തിൽ നമ്മൾ മധുര പാർട്ടി കോൺഗ്രസിൽ കണ്ടതാണ്. തുടക്കത്തിൽ ബേബിക്കെതിരെ കേരള ഘടകം എതിരായിരുന്നു. ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് കേരള ഘടകം എതിരായിരുന്നു. പിന്നീട് ബംഗാൾ ഘടകം അശോക് ധവളയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഈ പറയുന്ന പോലെ കേരള ഘടകം ഇടപെട്ട് ഇദ്ദേഹത്തെ ബേബിയെ കൊണ്ടുവരാൻ അവർ സെക്രട്ടറി ആക്കിയത്. ഇങ്ങനെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷം ഒടുവിൽ നിർവാഹമില്ലാതെ ബേബിയെ സെക്രട്ടറിയാക്കി പിന്തുണച്ചു. അതായത് സംഘടനാ കാര്യങ്ങളിൽ പഴയ VS ഗ്രൂപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കൂട്ടുകെട്ട്, അതായത് VS-നോടൊപ്പം നിന്ന ബേബിയും തോമസ് ഐസക്കും സുധാകരനും ഒക്കെ സുധാകര പാർട്ടിയിൽ ഇപ്പം ബ്രാഞ്ചിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ബേബിയും ഐസക്കും അച്യുതണ്ട്, അത് ആ ഒരു ടീം VS-നോടൊപ്പം നിന്ന ആലപ്പുഴയിലെ ഒരു ടീമാണ്, ആലപ്പുഴ, പത്തനംതിട്ട, അവരെല്ലാവരും അവരെ പിന്തുണയ്ക്കുന്ന, ഐസക്കിനെയും ബേബിയെയും പിന്തുണയ്ക്കുന്ന നേതാക്കൾ എല്ലാ ജില്ലകളിലും ഇപ്പോൾ സജീവമാണ്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ കേന്ദ്ര കമ്മിറ്റിയിൽ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് ആരൊക്കെ വന്നുവെന്നും കേരള ഘടകത്തിൽ പിണറായിയോടൊപ്പം നിൽക്കുന്ന ആരൊക്കെ ഉണ്ടെന്നും തന്നെ സ്വീകരിക്കാൻ ആരെല്ലാം വന്നുവെന്നും ബേബി നോക്കിയിരിക്കുന്ന സ്ഥിതിക്ക്
പഴയ VS പക്ഷം ഉണരാൻ സാധ്യതയുണ്ട്. പിണറായിയുടെ അപ്രമാദിത്വ മോളുടെ വിഷയത്തോടു കൂടി പാർട്ടിയിൽ എതിർ ശബ്ദങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ പാർട്ടി പിണറായിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ബേബിക്ക് നിർവാഹമില്ലാതെ ഈ പറയുന്ന പോലെ പാർട്ടിക്കകത്തെ പഴയ VS പക്ഷക്കാർ ഇങ്ങനെ ബേബിയോടൊപ്പം വരുമ്പോൾ ബേബിക്ക് അതിനെ സംബന്ധിച്ച് തീരുമാനം ഈ അന്വേഷണത്തിൻ്റെ ഇനിയുള്ള ഘട്ടത്തിൽ പിണറായിയെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ് നമുക്കിതിൽ പറയാനുള്ളത്. 2, പാർട്ടി കോൺഗ്രസ്സിലെ സാമ്പത്തിക പ്രമേയം അവതരിപ്പിച്ച തോമസ് ഐസക് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സീനിയോറിറ്റി ഉള്ളൊരു നേതാവാണ്. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ മെമ്പറായിട്ട് എത്രയെങ്കിലും കാലമായി. അദ്ദേഹത്തിന് ഇതുവരെ പോളിറ്റ് ബ്യൂറോയിൽ എടുത്തിട്ടില്ല. അതായത് സാമ്പത്തിക പ്രമേയം അവതരിപ്പിച്ച തോമസ് ഐസക്കിന് പോളിറ്റ് ബ്യൂറോയിൽ എത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ട്. ശൈലജ ടീച്ചറിനെ ഇതുവരെ അവർ പോളിറ്റ് ബ്യൂറോയിൽ എടുത്തിട്ടില്ല. താരതമ്യേന അദ്ദേഹത്തെക്കാൾ പുതുമുഖവും പ്രായത്തിൽ കുറവുമായി വിജു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കണ്ണൂരുകാരനെ അവരിപ്പോൾ PBയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഐസക്കിൻ്റെ ഒരു സ്വപ്നമായിരുന്നു പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ളത്. അപ്പോൾ ഐസക് പാർട്ടിയിൽ ഇനി വരുന്നതിൽ അടുത്ത സമ്മേളനത്തിലേ ആവുള്ളൂ എന്നൊക്കെയുള്ള കടുത്ത നിരാശ അദ്ദേഹത്തിന് അതിലുണ്ട്. സംഘടനാ തലത്തിൽ തനിക്ക് വേണ്ട ഉയർച്ച കിട്ടിയില്ല. ഐസക്കിൻ്റെ സ്വപ്നമായിരുന്നു സംഘടനാ തലത്തിൽ അങ്ങനെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ പഴയ സഖാക്കളെയും സംസ്ഥാന നേതാക്കളെയും ഒന്നിച്ചു നിർത്താനാണ് ഇത്തരത്തിൽ ബേബി ജനറൽ സെക്രട്ടറി ഇങ്ങനെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സംസ്ഥാന ഘടകത്തിനകത്ത് ഉണ്ടായിരുന്ന അപ്രമാദിത്വം, പിണറായിയുടെ അപ്രമാദിത്വത്തിന് ബേബിയുടെ ജനറൽ സെക്രട്ടറി പദം ശരിക്കും പിണറായിയുടെ അംഗങ്ങളെ ഔദ്യോഗിക പക്ഷത്തുള്ള മൃഗീയ ഭൂരിപക്ഷം ചുരുക്കത്തിൽ കണ്ണൂർ ഘടകത്തിന് വെട്ടി ഒതുക്കാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അത് ഒന്നുകൂടെ നമുക്ക് ഇതിൽ സംസാരിച്ചുകൊണ്ട് നമുക്കിത് വിഷയം അവസാനിപ്പിക്കാം. അതായത് പ്രകാശ് കാരാട്ട് എന്ന മലയാളി പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കേരള ഘടകത്തിൽ ഇത്തരത്തിൽ വിഭാഗീയതയൊക്കെ ചുമ്മാ നോക്കി അദ്ദേഹം നിൽക്കുമായിരുന്നു. കേരളത്തിനകത്തെ ഈ പിണറായിയുടെ ആൾക്കാരും പിണറായിക്ക് അവിടെ വന്നിട്ട് CCയിൽ വന്ന് പ്രകാശ് കാരാട്ടിനൊക്കെ ഒന്നുമില്ലാതെ എടുത്ത് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പം പ്രകാശ് കാരാട്ടിൻ്റെ വാക്കിനൊന്നും ഒരു വിലയിലായിരുന്നു. അന്ന് പ്രകാശ് കാരാട്ട് ആയിരിക്കുമ്പോഴാണ് VS മുഖ്യമന്ത്രി ആകുന്നതിനെ സംബന്ധിച്ച് വളരെ തർക്കമൊക്കെ ഉണ്ടായത്. അന്ന് പ്രകാശ് കാരാട്ട് നിശബ്ദനായി ഇരുന്നു എന്നുണ്ടെങ്കിൽ ബേബി എന്ന ജനറൽ സെക്രട്ടറി CPMൻ്റെ കേരള ഘടകത്തിനകത്തുള്ള പിണറായിസത്തിനും കണ്ണൂർ ലോബിങ്ങിൻ്റെ കളിയെ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.